നമ്മൾ പറയും ഉസ്താദെ നമ്മൾ കള്ളൊന്നും കുടിക്കത്തില്ല, നമ്മൾ വീടി വലിക്കുമല്ലോ. കള്ളൊന്നും നമ്മൾ ആരും കുടിക്കത്തില്ല. വീടി വലിക്കൂലേ? വീടി വലിക്കൂലേ? വീടി വലിക്കാൻ പറ്റുമോ? അനുവദനയാണോ? പറചങ്ങായിമാരെ, വീടി വലിക്കാൻ പറ്റുമോ? വീടി വലിക്കാൻ അനുവദനയാണോ? ഈ സദസ്സിരിക്കുന്ന പലരും ഇങ്ങനെ വലിയ കട്ടം വീടിയാ, എന്താ സുഖല്ലേ, ഇങ്ങനെ വലിയ വീടി വലിക്കാൻ പറ്റുമോ? വീടി വലിക്കൽ ഹറാമൊന്നുമല്ല. നിങ്ങളാരും മസ്ലം ചോദിച്ചേക്കരുത്. വീടി വലിക്കൽ ഹറാമൊന്നുമല്ല, പക്ഷേ അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വീടി വലിക്കൽ കറാഹത്താണെന്ന്. 40 കറാഹത്ത് ചെയ്യുമ്പോൾ ഒരു ഹറാമിന്റെ സ്ഥാനത്താണെന്നും കിതാബിലുണ്ട്. ഞാൻ നിങ്ങളെ വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞല്ല, പഠിക്കണം, എപ്പോഴും വലിക്കണം. ആപ്പാമാര് കേട്ടോ, വീടി വലിക്കൽ കറാഹത്താ, അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. പക്ഷെ നീ 50 പ്രാവശ്യം 100 പ്രാവശ്യം വലിക്കുമ്പോൾ അതൊരു ഹറാമിന്റെ സ്ഥാനത്താ. നീ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലഹരി ഉപയോഗിക്കുന്നത് നിർത്തുക. കള്ളു കുടിക്കുന്നവന്റെ ആക്കിബത്ത് മോശമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ട സാധുവായ, ആരാരും സഹായിക്കാനില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു കൂര വെച്ചു കൊടുക്കുക എന്ന ഒരു നല്ല ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിച്ച പരിപാടിയുടെ അവസാനത്തെ ദിവസമാ. സംഘാടകരുടെ മുന്നിലേക്ക് കടന്നു വരുന്നു, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആരെങ്കിലും ഒരു മനുഷ്യന് സദഖ കൊടുത്താൽ അള്ളാഹു അവന് കൊടുക്കാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിപത്തുകളെ തട്ടിമാറ്റാൻ അള്ളാഹുവിന്റെ തീരുമാനം എന്താ നമുക്കറിയാൻ കഴിയോ? 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കൂടെ ഞാനൊരു മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്നു. ഉസ്താദെ, നിങ്ങൾ വരണം, നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചതാ. അള്ളാഹുവെ, വിവാഹം കഴിഞ്ഞു 10-11 വർഷക്കാലം മക്കളില്ലാതെ ഒരു വാപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടന്നു. ഒരുപാട് കൊല്ലം ദുആ ചെയ്തുകൊണ്ട് നടന്നു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല 3 മക്കളെ കൊടുത്തു, 2 ആണും 1 പെണ്ണും. അള്ളാഹു 3 മക്കളെ കൊടുത്തു. 21 വയസ്സുള്ള ഒരു മകൻ, +1 പഠിക്കുന്ന ഒരു മകൾ, പുദവിക്ക് പഠിക്കുന്ന ഒരു ചെറിയ മുത്തഅല്ലിം. എൻ്റെ പ്രിയമുള്ളവരെ, പൂജയുടെ ലീവായത് കാരണം എല്ലാവരും കൂടെ അകന്ന ഒരു കുടുംബത്തിലെ അകന്ന ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു. അവരുടെ വീടിന്റെ പരിസരത്തുള്ള നദിയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ തൻ്റെ കൂടപ്പുറപ്പ് വെള്ളത്തിൻ്റെ അകത്ത് തൂങ്ങി താഴുന്നത് കണ്ടപ്പോൾ രക്ഷപ്പെടുത്താൻ സഹോദരനും സഹോദരിയും കൂടെ ചാടി. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ വീട്ടിൽ ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇരിപ്പുണ്ട്. ഉസ്താദേ, ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാ. ഗൾഫിലായിരുന്നു, ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. നാട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ സാധു വിചാരിച്ചു എൻ്റെ ഉമ്മ മരിച്ചുപോയെന്ന്. ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഉമ്മ വീടിൻ്റെ അകത്തിരിപ്പുണ്ട്. മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹു നിനക്ക് തന്ന 3 എണ്ണവും പോയി മോനെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് കാലം പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ട് അള്ളാഹു കൊടുത്ത 3 മക്കളും ഒറ്റയടിക്കങ്ങ് പോയപ്പോ 3 മക്കളുടെ മയ്യത്ത് കണ്ടിട്ട് ആ പിതാവ് ചിരിക്കുകയാ ചെയ്തത്, കരയല്ല. ബോധം നഷ്ടപ്പെട്ടു പോയി. തൻ്റെ അള്ളാഹു കൊടുത്ത 3 മക്കളും മരിച്ചു കിടക്കണ കണ്ടപ്പോ ആ സാധു ഇങ്ങനെ ചിരിക്കുക. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവസാനം ആ പിതാവിനെ ഞാനൊന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ 3 ശുഹദാക്കളുടെ വാപ്പയാ. അള്ളാഹു 3 ശുഹദാക്കളെ വളർത്താൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് പറയുമ്പോ ആ പിതാവ് എന്നോട് ചോദിച്ചു, ഉസ്താദേ, മരിക്കണ കാലം വരെ ഇനി ഞങ്ങൾ ജീവിക്കണ്ടേ? ഞാനിവന്റെ ഭാര്യയും ഈ വീടിന്റെ അകത്തിന് മരിക്കുന്ന കാലം വരെ ജീവിക്കണ്ടേ? അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന് നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ ആക്കിബത്ത് മോശമാണ്. 2 ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ. 3 ജീവിതത്തിൽ കള്ളുകുടിക്കുന്നവൻ. കള്ളുകുടിച്ചിട്ട് തൗബ ചെയ്യാത്തവന്റെ ആക്കിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്താം, വിശദീകരിക്കുന്നില്ല. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ദുആ ചെയ്യാം. 4ാമത്തെ വിഭാഗം ആരെന്നറിയോ? മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഈ വഅദിന്റെ സദസ്സിലിരിപ്പുണ്ട്. പടച്ചവരെ, ഒരു ഉമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദേ, എന്റെ പൊന്നുമോന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, എന്റെ പൊന്നുമോനൊന്ന് നന്നാകാൻ ദുആ ചെയ്യണേ.
വേദനയാണ്. അവൻ എന്നെ തല്ലുന്ന ഉസ്താദ്, എന്നെ വേദനിപ്പിക്കുന്ന ഉസ്താദ്, ഇന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഉമ്മയും മറക്കപ്പുറം ഇരിപ്പുണ്ട്. അള്ളാന്റെ റസൂല് പറയുകയാ, മരണസമയത്ത് ആഖിബത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങാത്ത നാലാമത്തെ വിഭാഗം തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാ, തന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എത്ര കൊലകൊമ്പനാകട്ടെ, ഹാജിയാരാകട്ടെ, ഉംറ ചെയ്തവനാകട്ടെ, ആലിമാകട്ടെ, ഹാഫിളാകട്ടെ, നിസ്കാരത്തടമ്പുള്ളവനാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച, വാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ച, നീ രക്ഷപ്പെടൂലടാ ചെറുപ്പക്കാരോ, നീ രക്ഷപ്പെടൂല പൊന്നുമോന്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ലോകത്തിന്റെ നേതാവ് പറയുകയാ, 3 പാപങ്ങൾ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന 3 പാപമുണ്ട്. ആ 3 പാപത്തിൽ ഒരു പാപം ഏതെന്നറിയോ? തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ ചരിത്രമറിയാ ചെറുപ്പക്കാരോ, എത്രയോ ചരിത്രമറിയാമോര്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. പടച്ചവര് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. സഹാബികൾ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. അവിടത്തെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയുന്നില്ല. സഹാബികൾ വരുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. റസൂലുള്ള ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? സഹാബാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? സഹാബാ, ഉണ്ട് നബിയേ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരാറ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാനെ കൊണ്ടുവന്നു. റസൂലുള്ള ചോദിച്ചു, ഉമ്മാ, നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങൾ എങ്ങനെയാ ഉമ്മാ? യാ റസൂലല്ലാഹ്, അൽഖമയ്ക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, അവൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, എന്റെ പൊന്നുമോൻ എന്നെ വല്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാണ് നബിയേ, എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാ. അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. അൽഖമയ്ക്ക് ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ ഉമ്മ വിചാരിക്കുന്നത് മകൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ്. ഉമ്മയുടെ മനസ്സ് വേദനിച്ചു, ഒരിക്കൽ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു. അല്ലാ, അതുകൊണ്ടാണ് മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തത്. റസൂലുള്ള പറയുന്നു, ഉമ്മ, നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കൂ, അൽഖമയ്ക്ക് നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കൂ. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല ഉമ്മ. ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂല നബിയേ, ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂല, ഞാനവൻ വല്ലാതെ സ്നേഹിച്ചതാ. അല്ലാഹുവേ, ഉമ്മ പൊരുത്തം കൊടുക്കില്ല എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബാ, കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്ത അൽഖമയെ കത്തിച്ച് കള സഹാബാ.
ഉമ്മ പറയുന്നു, വേണ്ട നബിയേ, എന്റെ പൊന്നുമോനെ കത്തിക്കല്ലേ നബിയേ, അവനെത്ര ദ്രോഹം ചെയ്താലും എന്റെ മകനല്ലേ, ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു യാ റസൂലല്ലാഹ്. പറഞ്ഞു തീരേണ്ട താമസം ഉമ്മ പൊരുത്തം കൊടുത്ത് കഴിയുമ്പോ അൽക്കമ വിളിച്ചു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് യാത്ര പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആഖിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അൽഖമ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സഹാബിയ. ഉമ്മാനെ തല്ലിയില്ല, ചീത്ത വിളിച്ചില്ല, വൃദ്ധസദനത്തിൽ കൊണ്ടെറിഞ്ഞില്ല, പട്ടിണി കിട്ടില്ല, കണ്ണുനീര് കുടിപ്പിച്ചില്ല. ഉമ്മാനെക്കാളും സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്കൊരു തോന്നലുണ്ടായി, മനസ്സൊന്ന് വേദനിച്ചു. ആ സ്വഹാബിക്കും മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ല. അവസാനം ഉമ്മ പൊരുത്തം കൊടുത്തപ്പോഴേ ആ പറയാൻ കഴിഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ബിസ്മില്ലാ ദുആ ചെയ്യാൻ വാ. ഇങ്ങോട്ട് അടുത്തേക്കോ എല്ലാവരും, ഇൻഷാ അല്ലാഹ് അടുത്തേക്ക് വാ. എല്ലാവരും എനിക്കൊന്ന് കാണണം ഇൻഷാ അല്ലാഹ്. വാ. അൽഹംദുലില്ലാഹ് സ്വലാത്തു സ്വല്ലല്ലാഹു ഫൈസൽ اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കഴിഞ്ഞു. റോഡിൽ നിൽക്കുന്ന മക്കളോടൊക്കെ അനിയ ഇത്രയും നേരം കയറാൻ പറഞ്ഞില്ല, ഒന്നീ ദുആ ചെയ്യാൻ പോവാ, സ്വർഗത്തിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നിന്റെ വീട്ടിൽ പൊക്കോ. അവിടെ നിൽക്കരുത്, നീ അവിടെ നിന്ന് ആമീൻ പറയരുത്. കച്ചവടം ചെയ്യുന്ന കാക്കായോട് ഇനി അവിടെ ഒരാളെ നിർത്തല്ലേ കാക്ക, ഇനി അവൻ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും പേടിക്കരുത്, ഉള്ള ബർക്കത്ത് ഇന്നത്തോടുകൂടി ഇറങ്ങിപ്പോകും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ഒന്നീ സ്വർഗത്തിൽ കയറി, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം 40 പേര് കൂടുന്ന സദസ്സിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവുന്ന, ഇപ്പൊ 40 അല്ല 400 പേരുണ്ടല്ലോ, 400 പേരുണ്ടല്ലോ. ഇങ്ങനെ ഒരു സദസ്സിനകത്ത് കയറി നിന്ന് ആമീൻ പറയാത്തവൻ വെളിയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറ മനുഷ്യന്മാരെ, പുറത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓ ആമീൻ പറയണക്കാരൻ നല്ലത് വീട്ടിൽ പോകും, അവൻ്റെ ഭാര്യ മക്കളും കാത്തിരിപ്പുണ്ട്. ഓ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ശിക്ഷ അവൻ്റെ ആക്കിബത്ത് അല്ലാഹു മോശമാക്കി കളയും. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ കിട്ടൂല, അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 ഞാൻ നിർത്തുകയാ. 2ാമത്തെ ശിക്ഷ എന്തെന്നറിയോ? എടാ, ഒരുപാട് കാലം നീ ഈ നാട്ടിൽ നടക്കൂല. ഉമ്മാനെയും വാപ്പാനെയും തല്ലിയവന്റെ കഥയൊന്നും ഞാൻ പറയില്ല. ഉമ്മാനെ ചീത്ത പിടിച്ച മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച മക്കളെ, ഒരുപാട് കാലം നിന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ നിനക്ക് നടക്കാൻ ആയുസ് അല്ലാഹു തരില്ല. നിന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്മാരെ മുഴുവനും അല്ലാഹു നേരത്തെ അങ്ങ് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ തരുമാറാകട്ടെ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന 2ാമത്തെ ശിക്ഷ ആയുസ് കുറയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 3 വാപ്പാനെ തല്ലാൻ കൈവക്കിയവന്മാരും ഉമ്മാനെ ചീത്ത വിളിച്ചവരും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടിട്ടവനും, ഞാൻ മാത്രമല്ലല്ലോ മോൻ, വേറെയും പറ്റിട്ടുണ്ടല്ലോ, അവിടെ പോയി കിടക്കുന്ന ഉമ്മാനോട് പറഞ്ഞവന്മാരൊക്കെ കേട്ടോ, അല്ലാഹു നിനക്ക് തരുന്ന 3ാമത്തെ ശിക്ഷ അല്ലേ? ഒരു പണക്കാരൻ്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോൾ അവള് പറയും, കിളവനും കിളവിയെ നോക്കാൻ എനിക്ക് വയ്യ, മൂത്രവും കാഷ്ടമൊന്നും വാരാൻ എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോൾ സ്വന്തം പെറ്റ തള്ളയുടെ നേരെ ചാടുന്ന മക്കളൊക്കെ കേട്ടോ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിനക്ക് തരുന്ന 3ാമത്തെ ശിക്ഷ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത് ഒരു പിതാവ് പറയാ, ഉസ്താദേ എൻ്റെ മക്കൾ എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു ഉസ്താദേ, എന്നെ കൊല്ലാൻ. ക്യാൻസർ എന്ന രോഗം പിടിച്ചിട്ട് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയെ കഴുത്ത് ഞെരിച്ചിട്ട് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ആ മക്കള് വാപ്പയുടെ കഴുത്ത് ഞെരിക്ക എന്നോട് പറയുന്നു, ഉസ്താദേ ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു ആ പിതാവിനോട് കരുണ കാണിക്കുമാറാകട്ടെ.
അല്ലാഹു കരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ജുബ്ബയും തൊപ്പിയൊക്കെ ധരിച്ചു വലിയ ആൾക്കാരെ പോലെ നടക്കുന്നവർ പെറ്റ തള്ളയെ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെ അവസ്ഥ എന്താണെന്ന് അറിയാത്തവരുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെടാ, അനിയ, നിന്റെ ഉമ്മ നിന്റെ വീട്ടിൽ കിടന്നൊന്നും മൂത്രം ഒഴിച്ചാ ഒഴിക്കട്ടടാ. ഉമ്മയില്ലേ, എൻ്റെ ഉമ്മയല്ലേ മൂത്രം ഒഴിച്ചാ ഒഴിക്കട്ടെ. അത് കഴുകി അങ്ങ് വെളുക്കുമല്ലോ. ഉമ്മ ബെഡ്റൂമിൻ്റെ അകത്ത് അറിഞ്ഞോണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഉമ്മ അറിഞ്ഞോണ്ട് മൂത്രം ഒഴിക്കോ? ഒരല്പമെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ബോധമുള്ള ഉമ്മ പാപ്പ അറിഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്ത് കിടന്ന് മൂത്രം ഒഴിക്കുകയും കാഷ്ടിക്കുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്യോ? ഇല്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അത് ഇല്ലാത്തവർക്കേ അതിൻ്റെ വേദന അറിയൂ. നമ്മൾ എന്തേ ചിന്തിക്കാത്തത്? നമ്മളെ മോനേന്ന് വിളിക്കാൻ നമ്മുടെ ഉമ്മയല്ലേ ഉള്ളൂ ഈ ലോകത്ത്. വേറെ ആരെങ്കിലും വിളിക്കുവോ? വേറെ ആരെങ്കിലും നിന്നെ വിളിക്കോ മോനേന്ന്? പാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. വയ്യെങ്കിലും രോഗം പിടിച്ച് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണെങ്കിലും രാത്രി 10 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എൻ്റെ മോൻ വന്നോ എന്നൊന്ന് ചോദിക്കണൊരു ചോദ്യം ഉണ്ടല്ലോ. എൻ്റെ മോൻ വന്നോ എന്ന് നമ്മുടെ ഉമ്മയൊന്ന് ചോദിക്കും. നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ മതിയല്ലോ. മനസ്സ് വേദനിക്കുന്ന സമയം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ 5 കാര്യങ്ങളിൽ നോക്കിയിരുന്ന ഇബാദത്ത്. അതിലൊരു കാര്യം ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ ഇന്ന് മക്കൾക്ക് സമയമില്ല. എന്ത് മനുഷ്യന്മാരിപ്പാ. നമുക്ക് ജന്മം നൽകി നമ്മുടെ ഉമ്മ. കാരണം ഇന്ന് തൊലിയൊക്കെ ചുളുങ്ങിപ്പോയി, കിളവിയായി, മുടിയൊക്കെ നരച്ചു, പ്രായമായി. എങ്കിലും റസൂലുള്ള പറഞ്ഞു, ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ നാണക്കേട. സ്വന്തം പ്രായമായ ഉമ്മയെ കാണിച്ചിട്ട് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ മക്കൾ മടിക്കുന്ന കാലം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോടാ പ്രത്യേകം പറയേണ്ടത്. കാരണം പാപ്പ എത്രയോ കഷ്ടപ്പെട്ട് 10ഉം 30ഉം പവനും കൊടുത്ത് നിന്നെ കെട്ടിച്ചു വിട്ടു. നിനക്കെന്നൊരു ഗൾഫുകാരനെ കിട്ടി, മക്കളെ കിട്ടി, നല്ല ഒരു ഭർത്താവിനെ കിട്ടി, 2 നിലയുള്ള വീട് കെട്ടി. ഇന്ന് ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല. ഭർത്താവാണ് നിനക്ക് ഏറ്റവും വലുത്, നിന്റെ മക്കളാണ് നിനക്ക് ഏറ്റവും വലുത്. സ്വന്തം ഉമ്മാനെ വാപ്പാനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് 1000 രൂപ വീട്ടിൽ ചെന്നിട്ട് ഉമ്മ നിങ്ങൾ മരുന്ന് വാങ്ങുന്നു ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും മനസ്സില്ലാത്തവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, എൻ്റെ പ്രിയമുള്ളവരെ, നിനക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ വീടിൻ്റെ അകത്ത് കിടന്ന് മൂത്രമൊഴിക്കുമ്പോൾ ഒന്ന് കാഷ്ടിക്കുമ്പോൾ പരാതി പറയുന്ന, തല്ലുന്ന, ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുന്ന മക്കളെ, എടാ ഞാനും നിങ്ങളും എവിടെ കിടന്ന മൂത്രം ഒഴിച്ചെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഉമ്മാന്റെ ശരീരത്തുകൂടെ കിടന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്, കാഷ്ടിച്ചിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. കുഞ്ഞായിരിക്കണ സമയത്ത് നമ്മുടെ ഉമ്മാന്റെ മുഖത്തടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉമ്മ ഇന്ന് വരെ തല്ലിയിട്ടില്ലല്ലോ. നമ്മൾ എത്ര ദ്രോഹിച്ചാലും എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന നമ്മുടെ ഉമ്മ അള്ളാഹു മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമ്പോൾ അള്ളാഹു അവരുടെ മണ്ണറ മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ മക്കളും നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോ, അള്ളാഹു നിനക്ക് തരുന്ന 3ാമത്തെ ശിക്ഷ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ തിരിച്ച് നിന്നോട് അത് തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, വാപ്പ നീ കാത്തിരുന്നോ, നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മോൻ നിന്നെ വിളിച്ചിരിക്കും, ഉറപ്പാ. നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ നിന്നെ ചീത്ത വിളിച്ചിരിക്കും. നീ നിന്റെ മാതാപിതാക്കളെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി നിന്റെ മക്കളും പൊക്കും. നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളും തിരിച്ച് നിന്നോടത് ചെയ്യും. എന്നിട്ടേ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴേ അതിൻ്റെ വേദന നമുക്കറിയൂ. നമ്മുടെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചതിൻ്റെ വേദന അറിയണമെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ തല്ലണം, അവൻ നമ്മൾ അടിച്ചിറക്കണം, അവൻ നമ്മളെ ചീത്ത വിളിക്കണം. അവളും കല്യാണം കഴിഞ്ഞ് പോയിട്ട് രോഗം പിടിച്ച് കിടക്കുമ്പോൾ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കാതിരിക്കണം. അപ്പോഴേ നമ്മുടെ ഉമ്മ വേദനിച്ചതിൻ്റെ വേദന. നമ്മുടെ വാപ്പയുടെ നെഞ്ചു പൊട്ടിയതല്ല, ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു പട്ടിണി കിടത്തി വളർത്തിയിട്ട് ഇവൻ ഇങ്ങനായി പോയല്ലോ എന്നോർത്തിട്ട് വാപ്പ നെഞ്ചു പൊട്ടി കരഞ്ഞതിൻ്റെ വേദന നമുക്കറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
അല്ലാഹുവേ, പലപ്പോഴും അറിയാതെ ഞങ്ങളുടെ ഉമ്മാനെ വാപ്പാനെ ഞങ്ങൾ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾ അത് തിരിച്ച് ഞങ്ങളോട് ചെയ്യില്ലേ അല്ലാ. റബ്ബേ, നീ ഞങ്ങളോടത് ചെയ്യിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെയും കാത്ത് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കണേ അല്ലാ. എൻ്റെ മക്കളില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കൾ വാശി പിടിക്കണേ തമ്പുരാനെ. അവരെ തന്നെ ഞങ്ങൾക്ക് സ്വർഗത്തിലും മാതാപിതാക്കളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ. ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹമുള്ള മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് നല്ല മരണമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.